ലോകം കാത്തിരുന്ന 96ാമത് ഓസ്കാർ പ്രഖ്യാപന വേദിയിൽ ശരിക്കും കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയായിരുന്നു ഓപ്പൺഹൈമർ. മാസ്റ്റർ ക്രാഫ്റ്റ് സംവിധായകൻ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളന്റെ ആദ്യ ഓസ്കാർ നേട്ടത്തിനും വേദി സാക്ഷിയായി. ഇന്ത്യക്ക് അഭിമാനമായി ലോക സിനിമയിലെ ഏറ്റവും മികച്ച സ്റ്റണ്ട് സീക്വൻസുകൾക്ക് ആദരമർപ്പിച്ച് വേദിയിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ RRRലെ ഫൈറ്റ് സീക്വൻസ് ഉൾപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമായി. അയൺമാൻ ഉൾപ്പെടെ മികച്ച വേഷങ്ങളിലൂടെ ലോകശ്രദ്ധയാകർഷിച്ച റോബർട്ട് ഡൗണി ജൂനിയറാണ് മികച്ച സഹനടൻ. പരീക്ഷണ ചിത്രങ്ങളിലൂടെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച സംവിധായകൻ നോളന്റെ ഓസ്കാർ തിളക്കത്തിൽ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. 13 വിഭാഗത്തിലായി മത്സരിച്ച ചിത്രം 7 വിഭാഗങ്ങളിൽ പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച ഒറിജിനൽ സ്കോർ, മികച്ച സിനിമാറ്റോഗ്രാഫി, മികച്ച എഡിറ്റിംഗ്, മികച്ച സഹനടൻ എന്നീ വിഭാഗത്തിലാണ് പുരസ്കാരങ്ങൾ. നിരവധി തവണ നോമിനേഷനിലെത്തിയിട്ടുണ്ടെങ്കിലും മികച്ച സംവിധായകനാകാൻ ഓസ്കാറിൽ ഇതുവരെ സാധിക്കാതിരുന്ന ക്രിസ്റ്റഫർ നോളൻ ആദ്യമായി ഓസ്കാറിൽ മുത്തമിട്ടു എന്നത് തന്നെയാണ് ഇത്തവണത്തെ ഓസ്കാറിലെ ഏറ്റവും വലിയ വിശേഷവും. ഓപ്പൺഹൈമറിലൂടെ മികച്ച നടനായി കിലിയൻ മർഫിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2013 പുറത്തിറങ്ങിയ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന സീരീസിലൂടെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ച് മലയാളികൾക്കിടയിൽ പോലും വലിയ ആരാധകരെ ഉണ്ടാക്കിയ താരമാണ് തോമസ് ഷെൽബി എന്ന കിലിയൻ മർഫി. ഒരു ഗായകനായി ഏതെങ്കിലും ഒരു ബാൻഡിൻ്റെ ഭാഗമാകേണ്ടിയിരുന്ന കിലിയൻ മർഫിയാണ് പിന്നീട് സൂപ്പർ സ്റ്റാറായി മാറിയതെന്നതും ചരിത്രം. പിന്നീട് നോളന്റെ ബാറ്റ്മാനിലൂടെ കിലിയൻ മർഫി സ്കെയർ ക്രോ എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനവും കാഴ്ചവെച്ചു. ഓപ്പൺഹൈമറിന് തൊട്ടുപിന്നാലെ 4 പുരസ്കാരങ്ങളുമായി 2ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് പൂർ തിങ്സ് എന്ന ചിത്രമാണ്. മികച്ച നടി, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂം ഡിസൈൻ എന്നീ വിഭാഗങ്ങളിലാണ് ചിത്രം പുരസ്കാരങ്ങൾ നേടിയത്. ഗോൾഡൻ ഗ്ലോബ്സിലും ബാഫ്റ്റയിലും തിളങ്ങിയ ബാർബിക്ക് മികച്ച ഗാനം എന്ന വിഭാഗത്തിൽ മാത്രമാണ് അക്കാദമി പുരസ്കാരം സ്വന്തമാക്കാൻ സാധിച്ചത്. ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിയായി ഡൈവൈൻ ജോയ് റാൻഡോഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച അന്താരാഷ്ട്ര ചിത്രമായി ദ സോൺ ഓഫ് ഇൻസ്റ്റർ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2013 ജൂലൈ 21 ഓപ്പൺഹൈമർ പ്രേക്ഷകരിലേക്ക് എത്തിയത്. സിനിമ പുറത്തിറങ്ങിയതോടെ അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും താരങ്ങളുടെ പ്രകടനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ ഉയർന്നു. എന്നാൽ ഇന്ത്യയിൽ സിനിമ ചർച്ചയായത് വലിയൊരു വിവാദത്തിലൂടെയായിരുന്നു. സിനിമയിലെ ഒരു സീനാണ് ചില ആളുകളുടെ പ്രശ്നമായി എടുത്തു കാണിച്ചത്. ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഓപ്പൺഹൈമർ ഭഗവത്ഗീത വായിക്കുന്ന രംഗമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഈ രംഗം ഹിന്ദുത്വത്തിന് എതിരായ ആക്രമണമാണെന്നും അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് കൾച്ചർ സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ രംഗത്തെത്തി. എങ്ങനെയാണ് സെൻസർ ബോർഡ് ഈ രംഗത്തിന് അനുമതി നൽകിയതെന്ന ചോദ്യവും ഉണ്ടായിരുന്നു. കിലിയൻ മർഫിയാണ് ഓപ്പൺഹൈമറിന്റെ വേഷം ചെയ്തത്. നിരവധി പേരാണ് സിനിമയെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടെന്ന് രംഗത്തെത്തിയത്. 2ാം ലോക മഹായുദ്ധകാലത്തെയും മാൻഹട്ടൻ പദ്ധതിയെക്കുറിച്ചുമെല്ലാമാണ് നോളൻ സിനിമയിൽ വരച്ചു കാട്ടുന്നത്. ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്പൺഹൈമറിന്റെ ഔദ്യോഗിക സ്വകാര്യ ജീവിതങ്ങളെയും സിനിമയിൽ കാണിക്കുന്നു. സിനിമകളിലെ പുത്തൻ പരീക്ഷണങ്ങളിലൂടെ എന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. 96ാമത് ഓസ്കാർ നോമിനേഷനിൽ വീണ്ടും നോളന്റെ പേരെത്തിയപ്പോൾ ആദ്യ ഓസ്കാർ അദ്ദേഹം ഓപ്പൺഹൈമറിലൂടെ ഏറ്റുവാങ്ങുക എന്നുള്ളതായിരുന്നു പ്രേക്ഷകർ കണ്ട സ്വപ്നം. ആ സ്വപ്നം എന്തായാലും ഇക്കുറി സത്യമായി. അതിനിടയിൽ ഓസ്കാർ പ്രഖ്യാപന വേദിക്ക് പുറത്ത് നടന്നത് വളരെ നാടകീയ രംഗങ്ങളാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ആളുകൾ കൂട്ടമായി എത്തിയത്. റെഡ് കാർപ്പറ്റിലേക്ക് എത്തിയ താരങ്ങളുടെ വാഹനങ്ങളും പ്രതിഷേധക്കാർ തടഞ്ഞു. ഗാസയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ആളുകൾ പ്രതിഷേധിച്ചത്. വേദിക്ക് പുറത്ത് മാത്രമല്ല, ഓസ്കാർ വേദിയിലും യുദ്ധത്തെക്കുറിച്ച് താരങ്ങൾ പ്രതിപാദിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം മാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും താരങ്ങൾ വാചാലരായി. പലരും യുദ്ധം നിർത്താനും ലോക സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകി. മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് യുദ്ധം വിഷയമായി വരുന്ന 20 Days in Mariupol ആണെന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.